ഹലോ, നമസ്കാരം. അങ്ങനെ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ ഫ്ലൈവുഡ് പെരുമ്പാവൂരിൽ നിന്ന് ഫ്ലൈവുഡ് കയറ്റി സത്താറയിലേക്ക് പോകുന്ന ലോഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ പോകുന്ന റൂട്ടും കുറച്ച് ഭാഗങ്ങളും കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിയുക. നിങ്ങളുടെ കമൻറ്റുകൾ നമുക്ക് മെസ്സേജിലൂടെ അറിയിക്കുക. വേറെ എന്താ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പോകുന്ന ഇപ്പോൾ എല്ലാപ്പൂര് എന്ന സ്ഥലത്താണുള്ളത്. കുളിയെല്ലാം കഴിഞ്ഞ് ഇവിടെ തോടുണ്ട്, ആ തോട്ടിലെല്ലാം പോയി കുളിയെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ്, പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണും കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യും എല്ലാവരും. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് പരപ്പനങ്ങാടിയാണ്. പരപ്പനങ്ങാടി സമയവും ഇപ്പോൾ 6:45 കടകളൊക്കെ തുറക്കുന്നുള്ളൂ. പരപ്പനങ്ങാടി അത്യാവശ്യം തിരക്ക് പിടിച്ചൊരു ടൗണാണ്. ഒരു 9-10 മണിയായാൽ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു അങ്ങാടിയാണ്. അങ്ങനെ നമ്മൾ ചാലിയം ഭാഗത്താണുള്ളത്. ചൂണ്ടലിട്ട് പിടിക്കുന്നവരുണ്ട്, വലട്ട് പിടിക്കുന്നവരുണ്ട്. മീനൊക്കെ കിട്ടുന്നുണ്ടാവും എന്ന് വിചാരിക്കാം. തിരയുണ്ട്. അങ്ങനെ നമ്മുടെ ഫറൂഖ് പാലമാണ്, ഫറൂഖ് പുഴയാണ്. ഫറൂഖ് പാലൊക്കെ ഇപ്പോൾ ഉസാറാക്കിയിട്ടുണ്ട്, അടിപൊളിയാക്കി, നല്ല സ്റ്റൈലാക്കി, പെയിൻ്റൊക്കെ അടിച്ച് നല്ല ഉസാറാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ബീച്ചിലാണ്. അമ്മാതിരി തിരക്കാണ് കോഴിക്കോട് ബീച്ചിൽ. മോഹൻലാൽ പറഞ്ഞ ആർക്കാണ് ഒരു ചേഞ്ച് ഇഷ്ടപ്പെടാത്തത് അല്ലേ? ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപോലെ. അത് നോക്കാം നിങ്ങൾ. അപ്പോൾ നമ്മൾ മാഹി റിലയൻസ് പമ്പിലാണുള്ളത്. മാഹിയിലാണിപ്പോൾ ഭയങ്കര തിരക്കാണ് ഇവിടെ. അവിടെ ഭാരതിൻ്റെ പമ്പുണ്ട്. ഇത് മാഹി ഡിസ്ട്രിക്റ്റിലാണ്. പിന്നെ കോപ്പാലം എന്ന് പറയത്തില്ല, കോപ്പാലം. ആകെ കോപ്പിലായി കിടക്കുകയാണ്. ഇവിടെ പെരും തിരക്കാണ്. ഇത് കോപ്പാലാട്ടോ, കോപ്പാലം. ഇല്ലേ ചേ, കോപ്പാലം അല്ലേ പറഞ്ഞേ? ഇത് മാഹി പോണ്ടിച്ചേരി പട്ടാണ് അല്ലേ? ഇത് ബീവറേജാണ്. ഇതൊക്കെ ഭാരതിൽ ആരുമില്ല, റിലയൻസിലെ ആൾക്കാർ കാണുന്ന തിരക്കാണ്. അങ്ങനെ നമ്മളെ മാഹി ബൈപ്പാസിന് ടോളാണിത്. നമുക്ക് എത്ര 325 അങ്ങനെ എന്താണ്, 12 മിനിറ്റ്. ഈ റോഡാണ് ഇനി നമ്മൾ കേരളം കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ വരാനുള്ളത് കേട്ടോ. ഓപ്പണായാൽ നമുക്കൊക്കെ നല്ല സുഖമാണ്. കുറച്ച് ടോളിന് പൈസ പോയാലും വണ്ടി ഇതാന്ന് പറയുമ്പോൾ ആദ്യം എത്തും. വണ്ടിക്ക് ലേശം മൈലേജ് കിട്ടും, നമുക്ക് ഡ്രൈവിങ്ങിൽ കുറേ ആശ്വാസം കിട്ടും. അതാണ് നമ്മളെ മുഖ്യമന്ത്രി പറഞ്ഞ റോഡേ, വിദേശ രാജ്യ റോഡാണ് അറിയില്ലേ, അതാണിത്. റോഡൊക്കെ നല്ല അടിപൊളിയാണ്. ഈ നിൽക്കുന്ന വണ്ടികളൊക്കെ ഫ്ലൈവുഡ് വണ്ടികളാട്ടോ. ഒക്കെ ബോംബെ, പൂനെ, പളനി മുരുകനാണ്. അത് പളനി മുരുകൻ്റെ 6ാമത്തെ 7ാമത്തെ വണ്ടിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. 2 ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ പെട്ടുള്ളൂ. ബാക്കി അവിടെ പമ്പിലുണ്ട് 3-4. ഇത് നമ്മളെ ബഹ്റൈന് പാലല്ല കേട്ടോ, ഇത് നമ്മളെ മാഹി പാലാണ്. ആരും തെറ്റിദ്ധരിക്കണ്ട, നമ്മൾ ബഹ്റൈനിലൊന്നും എത്തിയിട്ടില്ല. കേരളം തന്നെയാണ്. കേരളം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്.
രണ്ട് സൈഡിലും ഇതേമാതിരി ഒരു പാലുണ്ടാക്കണേ പൈസ കുറച്ച് വേണം. നമ്മളൊരു ബെൽറ്റ് വാർക്കാം, നമ്മളൊരു ചെറിയൊരു താറിട്ട് ബെൽറ്റ് വാർക്കണമെങ്കിൽ വേണം 1.5 ലക്ഷം റുപ്യ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഈ പാലുണ്ടാക്കണ പൈസ എത്ര വേണ്ടി വരും. അപ്പോൾ നമ്മൾ റോഡിനും തോടിനൊന്നും പൈസ ആണതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. ജസ്റ്റ് നമ്മൾ പെര കയറ്റുമ്പോൾ ഒരു ചെറിയ ബെൽറ്റ് വാർക്കുമല്ലോ, അതിന് വേണം 1.5 ലക്ഷം റുപ്യ. 45 ഒക്കെ സിമെൻറ്റും 2.5 യൂണിറ്റ് മെറ്റലും അതിക്ക് 2 യൂണിറ്റ് എംസാനും. അപ്പോൾ ഇതൊക്കെ ഒരു കിലോമീറ്റർ കണക്കിന് ഉണ്ടാക്കണമെങ്കിൽ പൈസ എത്ര വേണ്ടി വരും അല്ലേ? ലക്ഷക്കണക്കിന് കോടി വേണം. അതിൽ കുറേ കച്ചിട്ട് മാന്തി തിന്നണത് വേറെ. അങ്ങേ തലന്ന് ഇങ്ങേ തലക്കെത്താൻ പണികളൊക്കെ ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഫില്ലറിന് കുഴി കുത്തണുള്ളൂ. ചില സ്ഥലങ്ങളിലൊക്കെ പണി തീർന്നു. 1 വർഷം 1.5 വർഷം അടുത്ത 2026 പകുതി ആകുമ്പോൾ എന്തായാലും ഫുള്ള് ഓപ്പൺ ആവും. പിന്നെ നമ്മൾ എക്സ്പ്രസ് അവിടുന്ന് വിട്ടാൽ ഇവിടെ നിർത്തുക, ഇവിടുന്ന് വിട്ടാൽ അവിടെ നിർത്തുക. നല്ല കൃഷി സ്ഥലമാണ്. കവുങ്ങ്, തെങ്ങ് കൃഷികൾ കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു കുളിർമയുണ്ട്. ഞാനിങ്ങനെ ആലോചിച്ചാണ്, നമുക്കിപ്പോൾ പെരിയിൽ ഒരു പുറത്ത് ചെറിയൊരു കുളിമുറി, ഒരു കക്കൂസ് ഉണ്ടാക്കാൻ പെണ്ണുങ്ങളെ 2 പവൻ്റെ വള വെക്കേണ്ടി വന്നു. അപ്പോൾ ഈ റോഡും ഈ കാടും ഈ തോടും പോയൊക്കെ ഉണ്ടാക്കി വെട്ടി തളിക്കണ പൈസ എത്ര വേണ്ടി വരുന്നത് അങ്ങനെ ആലോചിച്ചു. ഒരു ചെറിയ കുളിമുറി, ഒരു കക്കൂസും അതുണ്ടാക്കാൻ ഇപ്പോൾ 2 പവൻ്റെ വള വെക്കേണ്ടി വന്നു. ഇതാണ് നമ്മളവസ്ഥ. എന്തായാലും നമ്മളെ കേരളം വികസനമല്ല എന്ന് ആരും പറയണ്ട. കേരളം നമ്മളെ നാട്ടിൽ നിന്നാൽ ഒരു വികസനവും കാണാൻ കഴിയില്ല. പുറത്തോട്ട് ഇറങ്ങും, അപ്പോഴാണ് നമ്മളെ വികസനങ്ങളൊക്കെ കാണുള്ളൂ. ഏത് പാർട്ടി ഭരിച്ചാലും നമുക്ക് വികസനം ആവശ്യമുള്ളൂ. ആര് ഭരിച്ചാലും കുഴപ്പമില്ല. BJP ഭരിച്ചാലും കുഴപ്പമില്ല, മാർക്സിസ്റ്റ് ഭരിച്ചാലും കുഴപ്പമില്ല, കോൺഗ്രസ്സുകാർ ഭരിച്ചാലും കുഴപ്പമില്ല. നല്ലോണം എല്ല് മുറിയെ പണിയെടുത്താൽ കുട്ടികൾക്ക് തിന്നാം. ആര് ഭരിച്ചാലും നമുക്ക് കണക്കാണ്. അധ്വാനിക്കണോന്ന് അധ്വാനിച്ചു കൊണ്ടേ ഇരിക്കേണ്ടി വരും. യവൻ വന്ന് ഭരിച്ചാലും നമുക്ക് മുംബൈ 1051 കിലോമീറ്റർ, മംഗലാപുരം 158 കിലോമീറ്റർ, കണ്ണൂർ 18 കിലോമീറ്റർ. അപ്പോൾ നമുക്ക് ബോംബെ 1058 കിലോമീറ്ററാണ്. നമ്മൾ പോകണം. അവിടുന്ന് ബോംബെ ഏകദേശം 200 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു 800 കിലോമീറ്റർ കൂടി നമുക്കിനി പോകാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ മുഴപ്പിലങ്ങാടിയിലാണ്. FC ആണിത്, അരീക്കോടാണിത്. മുഴപ്പിലങ്ങാടി ഏത് പാർട്ടി ഭരിച്ചിട്ടും കാര്യമില്ല. നമുക്ക് കുട്ടികൾക്ക് അരി വാങ്ങണമെങ്കിൽ നമ്മൾ തന്നെ അധ്വാനിക്കണം. അതിന് മാർക്സിസ്റ്റ് വന്നോ, ലീഗുകാർ വന്നോ, കോൺഗ്രസ്സുകാർ വന്നോ, BJP വന്നോ, ഒരു കാര്യമല്ല. ഓരോരുത്തരിങ്ങനെ വെളും വടായി ഇങ്ങനെ പറയാന്നല്ലാതെ നമ്മൾ എല്ലാം മുറേൻ പണിയെടുത്താൽ കുട്ടികൾക്ക് അരി വാങ്ങാം. അത്രേ നമുക്ക് പറയാനുള്ളത്. നമ്മളെ കാഴ്ചപ്പാട് അതാണ്. ആര് വന്നാലും നമുക്ക് ഒരു ബേജാറുമില്ല, ആര് പോയാലും നമുക്കൊരു ബേജാറുമില്ല. എൻ്റെ കാര്യം അത്രേ ഉള്ളൂ. വലിയ നമ്മളെ കമൻറ്റിൽ കുറേ മെസ്സേജുകൾ ഇതൊക്കെ കണ്ട്, റിയാസ് ഇപ്പോൾ പഴയ റിയാസ് അല്ല, കോട്ടയം കുഞ്ഞച്ചിലെ കുഞ്ചനായി തുടങ്ങിയിരിക്കണ, പരിഷ്കാരിയായി തുടങ്ങിയിരിക്കണെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളെ സംസാരങ്ങളൊക്കെ മാറി തുടങ്ങി, മലപ്പുറം ശൈലി എന്നൊക്കെ വിട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളൊരു മലപ്പുറം ശൈലി വിട്ടിട്ടില്ല കേട്ടോ, ഒരു പരിഷ്കാരം ഇല്ല. നമ്മൾ കുഞ്ചൻ പറഞ്ഞാൽ നമുക്ക് ആ SLC പഠിച്ച ഗമൊന്നുമില്ല. നമ്മൾ അന്നോ ഇന്നും മലപ്പുറമാണ്. മലപ്പുറം ഭാഷാക്കി ജയ്. അപ്പോൾ നമ്മളെ ഭാഷ തന്നെ എടുക്കേണ്ടി വരും. പാണ്ടിക്കാട് കുഞ്ഞാൻ പറയുന്ന ഇജ്ജി, കുജ്ജി, മുജ്ജി, നെജ്ജ്, നമ്മളെ ഭാഷ ഇപ്പോൾ അതാണല്ലോ. അപ്പോൾ നമ്മൾ ആ റോഡിൻ്റെ സുഖം കഴിഞ്ഞു. ഇനി കൂടുന്നത് അതോ ഗതിയാണ്. ഇനി കണ്ണൂർ ടൗണ് കഴിഞ്ഞ് പോയി പഴയങ്ങാടി റൂട്ട് കയറിയാൽ കുറച്ച് നല്ല റോഡ് കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ തലപ്പാടിക്കണ് എത്തണം, നല്ല റോഡ് കിട്ടണമെങ്കിൽ. അത് വരെ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി പാമ്പും കോണിയും കളിച്ചിങ്ങനെ പോകണം. അത് കണ്ണൂർ KSRTC സ്റ്റാൻഡിൻ്റെ അടുത്താണുള്ളത്.
കണ്ണൂർ റൗണ്ടാണ്, സിഗ്നലാണ്. നമുക്ക് റൈറ്റിക്ക് പോകണം. കാസർഗോഡ് വഴി അങ്ങോട്ട് പോകണമെങ്കിൽ റൈറ്റ് തിരിയണം. ഇങ്ങോട്ടൊരു വഴിയുണ്ട്, അത് ടൗണിക്കാണ്. നേരെ പോയാലും ടൗണിക്കാണ്. നമുക്ക് ഇങ്ങനെ റൈറ്റ് തിരിഞ്ഞ് വരണം. എപ്പോഴും ബ്ലോക്കുള്ളൊരു ടൗണാണ് കണ്ണൂർ. രാത്രി വന്നാലും പകൽ വന്നാലും നേരം വെളുക്കാൻ കാലത്ത് വന്നാലും ദിവസം നല്ല തിരക്കും നീണ്ടൊരു ടൗണാണ്. ഒരു 10 കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന ഒരു ടൗണാണ്. എല്ലാ ടൗണും മാതിരിയല്ല കണ്ണൂർ. വൻ വികസനമുള്ള ടൗണാണ്. അപ്പോൾ നമ്മൾ കണ്ണൂരിൽ കഴിഞ്ഞു കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത സ്വീകരണ സ്ഥലം കാസർഗോഡാണ്. അതിപ്പോൾ കാഞ്ഞങ്ങാട് നമുക്ക് ടൗണിൽ കൂടി അങ്ങോട്ട് പോണ വണ്ടിയുടെ ടൗണിൽ കൂടി വിടൂല. ഒരു നോൺട്രി മാതിരിയാണ്. വൈകുന്നേരം 7 മണിക്ക് ശേഷം 8 മണിയൊക്കെ ആവണം അതിൽ പോകണമെങ്കിൽ. കാഞ്ഞങ്ങാട് ടൗണിൽ കൂടി പോകണമെങ്കിൽ അവിടെ പോലീസ് ഉണ്ടാവും. ഇവിടുന്ന് അങ്ങോട്ട് പോണ വണ്ടി ചെർക്കള വഴി വേണം പോവാൻ. ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ പോവാം. അവിടുന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ കുഴപ്പമില്ല. കാസർഗോഡ് നിന്ന് കണ്ണൂർ സൈഡ് ലക്ഷ്യം വെച്ച് വരികയാണെങ്കിൽ കുഴപ്പമില്ല, പോരാ. പയ്യന്നൂരിൽ നിന്ന് കാസർഗോഡേക്ക് പോവുകയാണെങ്കിൽ കാഞ്ഞങ്ങാട് നോൺട്രിയാണ്. ചിലപ്പോൾ പോലീസുകാരുണ്ടാവും, ചിലപ്പോൾ പോലീസുകാരുണ്ടാവില്ല. പോലീസുകാരുണ്ടെങ്കിൽ തിരിച്ചു വിടും, ഇല്ലെങ്കിൽ നമുക്ക് നേരെ ടൗണിൽ കൂടി പോകാം. അപ്പോൾ നമുക്ക് ബേക്കൽ കോട്ട വഴി അങ്ങനെ നേരെ കാസർഗോഡ് പോയാൽ നമുക്ക് ഒരുപാട് മെച്ചം അതാണ്. കാഞ്ഞങ്ങാട് ടൗൺ പോകും. ചെർക്കള വഴി പോകുമ്പോൾ നമുക്ക് നല്ല കയറ്റം വരുന്നുണ്ട്. ലോറികൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എവിടെ ഏത് ടൗണിലും ബലിയാടുകളാകാൻ ലോറിക്കാരുണ്ടല്ലോ. എന്ത് നോൺട്രി ഏരിയയിലുണ്ടെങ്കിലും ലോറീനെ തിരിച്ചു വിടും. തളിപ്പറമ്പ്, പയ്യന്നൂർ, കാസർഗോഡ്, മംഗലാപുരം. തളിപ്പറമ്പ് 18 കിലോമീറ്റർ, കാസർഗോഡ് 108 കിലോമീറ്റർ. അങ്ങനെ നമ്മുടെ കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ മതിലാണ് ഈ കാണുന്നത്. ഇതാണ് കണ്ണൂർ സെൻട്രൽ ജയില്. ഈ മതില് കള്ളന്മാരെടുത്ത് ചാടിക്കാണ്ട് പോലെന്നൊക്കെ പറയണേക്കാം. നല്ല ഹൈറ്റുള്ളൊരു മതിലാണ്. ഇതാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ കേട്ടോ. അതിൻ്റെ കവാടാണത്. ഇവിടെയാണ് ഒരുപാട് ഭീകരന്മാരെ കൊടുന്ന് താമസിപ്പിച്ച സ്ഥലം. കൊലപാതകികളും ക്രിമിനലുകളും കള്ളന്മാരും റേപ്പ് ചെയ്തോലും എല്ലാവരും ഉണ്ട് അവിടെ. കണ്ണൂർ സെൻട്രൽ ജയിലാണ്. സെൻട്രൽ ജയിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ ആണുങ്ങൾക്കുള്ളതാന്ന് പറഞ്ഞ് തിലകം. അത് ആണുങ്ങൾക്ക് തന്നെ കിടന്നാല്. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് പയ്യന്നൂരാണ്. സമയം 1:50. അതവിടെ മത്തിയുള്ളു. പോ ഞങ്ങൾ കുറേ നേരമായി ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി മീൻ നോക്കി കിടക്കുന്നു. മീൻ കിട്ടിയെടുത്തുനിന്ന് ക്ലീൻ ചെയ്ത് തരില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേറെ നോക്കാമെന്ന് പറഞ്ഞ് വലിയ ആൾക്കാർ പോരും ചെയ്തു. ഇപ്പോൾ മീൻ കാണാനല്ല, കുറേ നേരമായി തരീന്. ഇപ്പോൾ ഒരു മീൻ കട കാണുന്നേ ഇല്ല ഗെയ്സ്. എവിടെയൊക്കെ ഉണ്ടാവും നോക്കട്ടോ. അവിടെ ഉണ്ട്, അവിടെ അടച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ പയ്യന്നൂർ കഴിഞ്ഞിങ്ങനെ പോവാണ്. സമയം ഏകദേശം 2 മണിയാകാനായി. ഉച്ചക്കുള്ള ഭക്ഷണമാണ്. ഞങ്ങൾ 2 മണിക്ക് മീൻ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാണുന്നില്ല. ഇവിടെയൊക്കെ അതിൻ്റെ ഏരിയ ആണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മൾ മീൻ കിട്ടി കഴിഞ്ഞാൽ എവിടെയൊക്കെ നിർത്തി ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വൈകുന്നേരമൊക്കെ പോവാം. ടയറൊക്കെ ചൂടാറിയിട്ട് പോകാമെന്നുള്ള പ്ലാനിലാണ്. ഞങ്ങളിപ്പോൾ ഒരു 10:30 മണി 11 മണിക്കാണ് 2-3 പൊറോട്ടയും ബീഫൊക്കെ കഴിച്ചത്. അത്യാവശ്യം നല്ല ചൂടുണ്ട്, വെയിലാണ്.
ഇന്നിപ്പോൾ കോലം കണ്ടിട്ട് ഉപ്പും വെളിച്ചെണ്ണിട്ട് അടിക്കേണ്ടിയിരുന്ന തോന്നുന്നത്. മീൻ കൂട്ടി അത് കഴിക്കും തോന്നുന്നില്ല. ഇനി അങ്ങോട്ട് കാഞ്ഞങ്ങാട് അങ്ങോട്ടൊക്കെ എത്തണം, എന്നാലേ കിട്ടുള്ളൂ. ഇപ്പം നല്ല റോഡായി. ഇതിൻ്റെ ഇടയിൽ റോഡ് മോശമായിരുന്നു. ഗേസ്, നിങ്ങളാരെങ്കിലും ഉപ്പും വെളിച്ചെണ്ണയും ചോറിൽ ഒഴിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു ഭക്ഷണമാണത്. കുറച്ച് വെളിച്ചെണ്ണ ചൂറ്റിൽ പാരുക, കുറച്ച് ഉപ്പും ഇടുക, നല്ല മിക്സ് ചെയ്യുക. പൊരിച്ച മുട്ടയോ പൊരിച്ച മീനോ ഉണ്ടെങ്കിൽ അതിനൊക്കൂല. അങ്ങനെ ആരെങ്കിലും കഴിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ പറയട്ടോ. ഉപ്പും വെളിച്ചെണ്ണ ഇടുക എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. നിങ്ങളുടെ നാട്ടിൽ ഇനി എന്താ പറയുക അറിയില്ല. അത് നല്ല രസമാണ്. ഉപ്പും വെളിച്ചെണ്ണ ഇട്ടുകൊണ്ട് നല്ല പിടിപിടിക്കാം. വയറിനൊരു അസുഖം ഉണ്ടാവില്ല, ഒരു കേടുണ്ടാവില്ല, ഒരു എരിവും പൊടിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ നല്ല ടേസ്റ്റിയാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഇതാ കാഞ്ഞങ്ങാട് ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാഞ്ഞങ്ങാട് സാധാരണ ഈ പകൽ പോകാൻ അനുവദിക്കാറില്ല, നോ എൻട്രി ആണ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പ്രശ്നമില്ല, പോലീസുകാരൊന്നും അവിടെ കാണാനില്ല. മറ്റേത് ചിലപ്പോൾ നമ്മളവിടെ വരുമ്പോൾ പോലീസുകാരുണ്ടാവും അവിടെ. അപ്പോൾ അവർ അതിലെ പോകണമെന്ന് അറിയും. അതിലെ പോകണമെന്ന് പറഞ്ഞാൽ പിന്നെ ഭയങ്കര റിസ്ക്കാണ്. അത് പൊയിനാച്ചി വഴി ചെർക്കള വഴി അങ്ങനെ പോയി കാസർഗോഡ് പോകണം. അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപാട് കയറ്റം, കയറാനും ഇറങ്ങാനും വലിയ വലിയ ഗിയറിലൊക്കെ കയറി പോകണം. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി. അവിടെ പോലീസുകാർ ഇല്ല. ഇവിടെ പോലീസുകാർ നിൽക്കുന്നുണ്ട്. അവിടെ 2 പോലീസൊക്കെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഏതൊരു മന്ത്രി വരുന്നുണ്ട് ഉദ്ഘാടനത്തിന്, അതിൻ്റെതാണത്. അത് നമുക്ക് പ്രശ്നമില്ല. അങ്ങനെ കാഞ്ഞങ്ങാട് ടൗണാണ് ഇപ്പോൾ ഇത്. അങ്ങനെ കാഞ്ഞങ്ങാട് കേസുകളൊക്കെ ഒരു ഹായ് പറയൂ. കാഞ്ഞങ്ങാട് ടൗണൊക്കെ ഉറങ്ങി കിടക്കേണ്ട. ഇന്ന് വലിയ ഞായറാഴ്ച ഉള്ളത്. അത് കാരണം ഇന്ന് വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. നല്ല ഫ്രീ ആണ് റോഡ്. അങ്ങനെ കാഞ്ഞങ്ങാട് ടൗൺ ഇതുപോലെ നീണ്ടൊരു ടൗണാണ്. നല്ല സൗകര്യമുള്ള ടൗണാണ്. വണ്ടിക്കാർക്ക് പോകണവർക്ക് പോകാം. കച്ചവടങ്ങളൊക്കെ ഒരു സൈഡിൽ സർവീസ് റോഡായിട്ട് അതിലങ്ങനെ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം. അതും റോഡുമായിട്ട് കച്ചവടമായിട്ട് യാതൊരു ശല്യമല്ല. ഓട്ടോറിക്ഷ സ്റ്റാൻഡൊക്കെ കണ്ടില്ല, നല്ല ഉള്ളിലാണ്, യാതൊരു പ്രശ്നമില്ല. വാഹനങ്ങൾക്ക് പോകണവർക്ക് പോവാം. ഇവിടെ ഇങ്ങനെ സീബ്ര ലൈൻ ഉണ്ട്, അത് ശ്രദ്ധിച്ച് പോയാൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെയും ക്രോസിംഗ് ആണ്, ഇവിടെയും ക്രോസിംഗ് ആണ്. അപ്പോൾ ഇവിടെയാണ് ബസ്സുകളൊക്കെ നിർത്താറ് കാഞ്ഞങ്ങാട്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള ടൗണാണ് കാഞ്ഞങ്ങാട്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് നോ എൻട്രിയാണ് ലോറിക്കാർക്ക്. ഇവിടെ വലിയൊരു ബുദ്ധിമുട്ടോ അങ്ങനെ ഒരു അലഞ്ഞ ബ്ലോക്കൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ എന്നാലും ലോറിക്കാരതിലെ പോകണം. ആ വലിയ ചുരവും മലയൊക്കെ കയറി പോകണം. വേറെ എല്ലാവർക്കും ഇതിലെ പോവാം, ലോറിക്കാർക്ക് പോകാൻ കഴിയില്ല. നമുക്ക് അതിലെ പോകുന്നതോ ഇതിലെ പോകുന്നതോ 15 ലിറ്റർ ഡീസലിൻ്റെ മാറ്റമാണ്. ആകെ 10, 40, 30 കിലോമീറ്റർ ഓടാനുള്ളൂ. പക്ഷെ അതിലെ ഓടുന്നത് നല്ല ഡബിൾ ചിലവാണ് ഡീസലിന്. ഏരടത് എടുത്ത് പോരാ. പിന്നെ എനിക്കൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ ഇന്നലെ രാത്രി വരുമ്പോൾ ഒരുപാട് സ്വാമിമാർ നടന്നു വരുന്നുണ്ട്. രാത്രിയാണ് അവർ നടത്തം ഫുള്ള്. പല കർണാടകക്കാരും ആന്ധ്രക്കാരും മഹാരാഷ്ട്രക്കാരൊക്കെ ഉണ്ടാവും. അവർക്കൊന്നും ഒരു സേഫ്റ്റി ഇല്ല. അവർ റോഡിൻ്റെ സൈഡിൽ കൂടി കൂടിയൊക്കെ നടക്കുകയാണ്. എന്തെങ്കിലും അവരുടെ ശരീരത്തിലൊരു റിഫ്ലക്റ്റിൽ എന്തെങ്കിലും ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാത്രി കാണാൻ കഴിയും. അത് നമ്മുടെ ഗവൺമെൻറ് മുഖേനയോ അല്ലെങ്കിൽ നമ്മുടെ പൊതുജനത്തിൻ്റെ മുഖേനയോ എന്തെങ്കിലുമൊക്കെ ഒരു ദേവസ്വം ബോർഡിൻ്റെ വകുപ്പോ എന്തെങ്കിലും ആയിട്ടൊരു റിഫ്ലക്റ്റില്ല എന്തെങ്കിലും രാത്രി നടക്കുന്ന സ്വാമിമാർക്ക് കൊടുക്കണം. നമുക്ക് അടുത്തെത്തുമ്പോൾ ഇവരെ കാണാൻ കഴിയില്ല. ഒന്നാമത് ഇത് കറുത്ത ഡ്രസ്സ്, ഇവരത് ഫുള്ള് കറുപ്പ് ബ്ലാക്ക് ഡ്രസ്സും ഒക്കെ ആയിട്ട് നമുക്ക് വണ്ടി അടുത്തേക്ക് എത്തുമ്പോഴാണ് ഇവർ പെട്ടെന്ന് കാണാൻ കഴിയും. പിന്നെ അവർ റോഡിൻ്റെ സൈഡിലൂടെ നടക്കില്ല, കുറച്ച് റോങ് ആയിട്ട് അവർ നടക്കുക. അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. റോഡിൻ്റെ സൈഡിൽ കൂടി ആകുമ്പോൾ പല ഇഴജന്തുക്കളും പാമ്പുകളും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ വണ്ടി സഞ്ചാരമില്ല ഇതിൽ കൂടി പോകുമ്പോൾ അവർക്ക് കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ നമ്മളെ സ്വാമിമാർ കുറേ ആളുകൾ നടന്നു വരുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും നമ്മുടെ പൊതുജനം ഒരു റിഫ്ലക്റ്റോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു ബാഡ്ജോ കാര്യങ്ങളൊക്കെ കൊടുത്ത്
അവരെ ഒന്ന് സംരക്ഷിക്കേണ്ടതുണ്ട്. ദേവസ്വം ബോർഡായാലും വേണ്ടില്ല, മന്ത്രിസഭ ആയാലും വേണ്ടില്ല, നമ്മുടെ പൊതുജനമായാലും വേണ്ടില്ല. നമ്മുടെ തിരൂർ, പൊന്നാനി, പിന്നെ ഗുരുവായൂർ റൂട്ടിൽ ഭയങ്കര സ്വാമിമാരാണ്. ഇപ്പോൾ ഈ മകരമാസം സീസൺ ആവുകൊണ്ട് അപ്പോൾ അതൊന്ന് പറ്റുന്നുണ്ടെങ്കിൽ പൊതുജനത്തേക്കൊന്ന് അറിയിച്ച് അവർക്ക് എന്തെങ്കിലും രാത്രി നടക്കുന്ന അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ടാഗോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ കൊടുത്തൊരു റിഫ്ലക്റ്റിൽ എന്തെങ്കിലുമൊക്കെ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആക്സിഡൻറ്റ് അവർക്ക് നമുക്ക് കുറക്കാൻ കഴിയും, അവരെ കാണാൻ കഴിയും. ഇത് അവരെ നമ്മുടെ അടുത്ത് എത്തുമ്പോഴേ കാണാൻ കഴിയുള്ളൂ. അവർ മൊത്തം ബ്ലാക്കിൽ അവരെ തലയിലൊരു കെട്ടുണ്ടാവും, അതും ബ്ലാക്ക്, അവരെടുത്തതും ബ്ലാക്ക്, ചെരുപ്പും ബ്ലാക്ക്. പിന്നെ ഒരു വല്ലപ്പോഴും ചില സ്വാമിമാരുടെ അടുത്ത് ലൈറ്റോ കാര്യങ്ങളൊന്നുമില്ല, ചില സ്വാമിമാരുടെ അടുത്ത് ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ പയനിക്കും ഇതുപോലെ നടന്നു പോയിരുന്നു. പയനിയിലൊക്കെ ഒരുപാട് ആൾക്കാരിങ്ങനെ ആക്സിഡൻറ്റ്. ഇവനിപ്പോൾ ഞാൻ പിന്നെ അപ്പോൾ ഈ വീഡിയോ ആരെങ്കിലും ഇങ്ങനെ കാണുകയാണെങ്കിൽ പൊതുജനമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ബന്ധമുള്ള ആളുകളാണെങ്കിൽ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ സ്വാമിമാർക്കൊന്ന് ചെയ്തു കൊടുക്കണം. ഒരു രാത്രി സഞ്ചരിക്കുന്ന ആളുകൾ സ്വാമിമാർക്ക് ഒരു റിഫ്ലക്റ്റ് വേണം, നിർബന്ധമാണ്. ചില സ്വാമിമാരെ ശരീരത്തിലുണ്ട് കേട്ടോ, ഈ ലോങ്ങിലൊക്കെ വരുന്ന ആന്ധ്രക്കാരൊക്കെ തോന്നുന്നുണ്ട്. ഒരു ജാക്കറ്റോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഫ്രീ ആയിട്ട് അവർക്ക് ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ ഒരുപാട് പാവങ്ങളല്ലേ അത്രയും കിലോമീറ്റർ നടന്ന് വന്ന് നമ്മുടെ നാട്ടിൽ വന്ന് കണ്ട് ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഇവിടെ മാത്രമല്ല, ഹൈദരാബാദ് റൂട്ടിലൊക്കെ വരുമ്പോൾ ഹൈവേ കൂടെ ഒക്കെ കാണാൻ നടന്ന് വരുന്ന കാട്ടിലേക്ക്, മൈസൂർ കാട്ടിലൊക്കെ രാത്രിയൊക്കെ സഞ്ചരിക്കുന്നുണ്ട്. ഒക്കെ വെരി വെരി ഡേഞ്ചറാണ്. അവർക്ക് അറിയാത്ത കാരണമാണ്, റൂട്ട് അറിയില്ലല്ലോ. അവർ ഈ ലൊക്കേഷൻ നോക്കി ഇങ്ങനെ നടക്കല്ലേ. നമ്മുടെ സിയാബ് ഇതുപോലെ ഹജ്ജിന് പോയി വന്നതാണ്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ എന്തെങ്കിലും സ്വാമിമാർക്ക് ഒരു സേഫ്റ്റി ആയിട്ട് ആർക്കെങ്കിലും കൊടുക്കാൻ ചെയ്യാൻ പറ്റുകയാണ് ചെയ്ത് കൊടുക്കുകയും. ഇന്നലെ നല്ല ബുദ്ധിമുട്ടുണ്ടായി ഞങ്ങൾ രാത്രി വരുമ്പോൾ ആ റൂട്ടിൽ, തിരൂര്, പൊന്നാനി, ചമ്രവട്ടം, കോഴിക്കോട് റൂട്ടിൽ ഭയങ്കര സ്വാമിമാരാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പ് ചെയ്തു കൊടുക്കാൻ പറ്റുന്നവർക്ക് ചെയ്തു കൊടുക്കുകയും. അവർ ഒരേ ദിശയിൽ കൂടെ തന്നെയാണ്, ഒരേ വഴിക്ക് തന്നെ വരുന്നതെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. ഇത് ആ സൈഡിലുണ്ടാവും കുറേ സ്വാമിമാർ, ഈ സൈഡിലും കുറേ സ്വാമിമാരുണ്ട്. അതൊക്കെയാണ് പ്രശ്നം. അവിടുന്ന് വരുന്ന വണ്ടിക്കാർക്കും ഇവിടുന്ന് പോണ വണ്ടിക്കാർക്കും ഒക്കെ പ്രശ്നമാണ്. പിന്നെ നമ്മൾ വണ്ടിയുടെ മുഖാമുഖമാണ് വരിക. അപ്പോൾ നമ്മുടെ ഈ വണ്ടീൻ്റെ ലൈറ്റ് കാര്യങ്ങളൊക്കെ അവർക്ക് ശല്യമായിക്കാണ്ട് ചിലപ്പോൾ പെട്ടെന്ന് കണ്ണ് കാണാതെ കൈക്കാണ്ട് സ്വിപ്പായി ഇതാവും. ആക്സിഡൻറ്റ് നമ്മളായിട്ട്, അപകടം നമ്മളായിട്ട് വിളിച്ച് വരുത്താണ്. അപ്പോൾ ഇതിനെതിരെ ഈ സീസൺ ചിലപ്പോൾ ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിക്കാം. അടുത്ത സീസണിൽ നമ്മുടെ പൊതുജനം ഇതിനു വേണ്ടി ഒന്ന് പ്രവർത്തിക്കണം. അല്ലെങ്കിൽ ഒരു 30 ഉറുപ്പ്യക്കോ 20 ഉറുപ്പ്യക്കോ 50 ഉറുപ്പ്യക്കൊക്കെ റോഡ് സൈഡിൽ ഇത് വിൽക്കാൻ വെച്ചാൽ അവർ വാങ്ങിയിട്ടോളും. ചെറിയൊരു ജാക്കറ്റ് മാതിരി, ഒരു റിഫ്ലക്റ്റുള്ളൊരു ജാക്കറ്റ് മാതിരി എന്തെങ്കിലും ഇട്ട് കഴിച്ചാൽ അവർക്കും സേഫ്റ്റിയാണ്. വരുന്ന നമുക്കും ലൈറ്റ് അടിക്കുമ്പോൾ അത് റിഫ്ലക്റ്റ് കാണാൻ കഴിയും. അപ്പം ഞങ്ങളിത് ആ കാഞ്ഞങ്ങാട് ഇങ്ങനെ ടൗൺ കഴിഞ്ഞു ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഭക്ഷണം വെക്കണം. നേരം 3 മണിയായി. ഐക്കോറ മീൻ വാങ്ങിയിട്ടുണ്ട്, അയില വാങ്ങിയിട്ടുണ്ട്. ഐക്കോറ എന്ന് പറയുമ്പോൾ വലിയ ഐക്കോറ അല്ല, ചെറിയ കുട്ടികളാണ്. കിലോന് 200 രൂപയുള്ളൂ. അയിലൊക്കെ 200. അപ്പോൾ രണ്ടും 3/4 കിലോ 1.5 കിലോ വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെയൊരു പണിയുണ്ടെന്ന്. അപ്പോൾ നമുക്ക് കറി വെക്കണം, ചോറ് വെക്കണം, എല്ലാ കാര്യങ്ങളും ചെയ്യാനുണ്ട്. ഇപ്പം നമ്മൾ കാഞ്ഞങ്ങാട് എത്തിയിട്ടുള്ളൂ. ഇനി നമ്മൾ വൈകുന്നേരം പോയാൽ മതി പറഞ്ഞു. അപ്പോൾ നമ്മളിതാ ബേക്കൽ കോട്ടൻ്റെ അടുത്താണ്. ഇതാണ് പള്ളിപ്പുറം, പള്ളിക്കര എന്ന സ്ഥലത്താണ്, പള്ളിക്കര. അപ്പോൾ നമ്മൾ വേറെ വണ്ടിയുണ്ട് നമ്മളെ നാട്ടിലത്തെ. ഞങ്ങളിതാ ഇവര് 1/2 കിലോ മത്തി വാങ്ങിക്കണ്, ഞങ്ങൾ ഐക്കോറ വാങ്ങിക്കണ്. ഇല്ല കേട്ടോ, 2 വണ്ടിക്ക് ഞാനാണ് മീൻ വാങ്ങിയത്. ഐക്കോറയാണത്, ഐക്കോറ കുട്ടികൾ കാണിച്ചു കൊടുത്താ ആകണോ. ഐക്കോറയാണത്, ഐക്കോറ ചെറിയ കുട്ടികൾ. കിലോന് 200 രൂപ. ഇതാണ് കാരക്കുട്ടൻ എന്ന് പറയുന്നത് കേട്ടോ. ഓൻ സൂസും പാൻ്റൊക്കെ ഇട്ട് ടൂർ പോകണേ പോരുള്ളൂ. ഇത് നമ്മളെ അനീസ്. പിന്നെ നമ്മളെ വണ്ടി ഇതാക്കണു. നേരെ അപ്പുറത്ത് മുന്നിൽ വേറെ വണ്ടി ഉണ്ട്. ഞങ്ങൾ ഇനി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി രാത്രിയേ പോവുള്ളൂ. രാത്രിയല്ല, ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ പോകാമെന്ന് വിചാരിക്കണ്ടേ. ഇനി പോലെ പ്ലാൻ എങ്ങനെ അറിയില്ല. ഇതൊരു എണ്ണ വണ്ടിയാണ്. നല്ല തണുപ്പാണ് ഇവിടെ, മരത്തിൻ്റെ ചോട്ടിലുണ്ട്. ഇനി നമ്മൾ ടയറൊക്കെ ചൂടായി നിൽക്കുകയാണ്. ടയറൊക്കെ ചൂടാറിയിട്ട് വേണം നമുക്ക് പോവാൻ. നമുക്ക് അങ്ങോട്ട് പോയാൽ കാഞ്ഞങ്ങാട് ടൗണാണ്, ഇങ്ങോട്ട് പോയാൽ കാസർഗോഡാണ്. മന്ത്രി വരുന്നുണ്ട്. ഏതാ മന്ത്രി നോക്കാം നമുക്ക്. ഇവിടെ ഉദ്ഘാടനത്തിന് മന്ത്രി വരുന്നുണ്ട്. ഏതൊരു മന്ത്രി?
എസ്കോട്ട് ആ മുഖ്യമന്ത്രിയാണല്ലോ, അത് പോലെ നമ്മളെ മുഖ്യമന്ത്രി കേട്ടോ. എസ്കോട്ട് കുറേ ഉണ്ടല്ലോ. പക്ഷേ എന്നെ കണ്ടില്ലല്ലോ മൂപ്പര്. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ പറഞ്ഞ വണ്ടിയിലാന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇതിനെ പാസ് ചെയ്യണ്ടേ, ഇപ്പോൾ കാണാൻ പറ്റിയില്ലല്ലോ നമ്മളെ മുഖ്യമന്ത്രിനെ. നമുക്ക് വിളിക്കണ്ടേ. ഇതാണ് ഇതിലൊക്കെ നോക്കേണ്ടത്. അതാണ്ടോ കല്ലാണ് ഈ നിൽക്കുന്നത്. ഈ ടയറ് കല്ല് കയറി നാശമാവും. നമ്മുടെ പ്രേക്ഷകർ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഫുഡ് ഉണ്ടാക്കണ വീഡിയോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇനി ഉണ്ടാക്കാൻ പോകുന്ന ഫുഡ് ഇതാണ്. ഇത് നമ്മുടെ ഐക്കോറ ഉണ്ടല്ലോ, ഐക്കോറിൻ്റെ മീൻ, നെയ്മീൻ എന്നൊക്കെ പറയും ചിലവർ. അതിൻ്റെ കുട്ടികളാണ്. കിലോന് 200 റുപ്യ ഉള്ളൂ. ഇവരെ മൂത്ത വലിയ തള്ളാർക്ക് 700 റുപ്യ. ഇത് കുട്ടികളാണ്, ഇത് 200 റുപ്യ ഉള്ളൂ. അപ്പോൾ നമുക്ക് 1/2 കിലോന് അതും 1/2 കിലോന് അയിലാണ് വാങ്ങിയത്. പക്ഷേ 1.5 കിലോ മീനുണ്ട്. നമ്മൾ അറിയുന്ന ചങ്ങായി എൻ്റെ ഒക്കെ വാങ്ങൽ, പടന്നക്കാട് നിന്നാണ് വാങ്ങൽ. അപ്പോൾ 3-4 ഇത് കുറച്ചുള്ളതിന്, അപ്പോൾ അത് കുറച്ച് ഏറെ ഉണ്ടായിരുന്നു. 3 മീൻ എക്സ്ട്രാ ഉണ്ടായിരുന്നു, അത് ഇട്ടെന്ന് 2 അയില എക്സ്ട്രാ ഇട്ടെന്ന്, അങ്ങനെയൊക്കെ പാടെ 1.5 കിലോ മീനായിപ്പോൾ. അങ്ങനെ അപ്പോൾ നമ്മൾ ഈ മീനാണ് ഇന്ന് പരിപാടി. ഇതിൻ്റെ കുറച്ച് പരിപാടി ഉണ്ട്, ഞാൻ കാട്ടിത്തരാം. അപ്പോൾ നമ്മൾ ഈ തല ഐറ്റംസൊക്കെ കറിക്കും, ഇത് പൊരിക്കാനും കേട്ടോ. പൊരിക്കാനാണ് ഇപ്പോൾ കുറേ ഉള്ളത്. 3-4 ട്രിപ്പ് അടിക്കേണ്ടി വരും ഇപ്പോൾ. അപ്പോൾ ഇത് നമുക്ക് കറിക്കലാണ് 2, 5, 7, 10, 14 പീസ് കറിക്കുന്നുണ്ട് കേട്ടോ. തലയും അതിൻ്റെ വാലും ഉടലൊക്കെ കഴിക്കാണ്ട് 14 പീസ് കറിക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ നമ്മൾ 1.5 കിലോ മീൻ വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിന് തെളിവൂടി വേണമല്ലോ. അപ്പോൾ നമുക്കിത് പൊരിക്കാനാണ് ഇത് ഫുള്ള്. ഇത് എത്ര പീസ് ഉണ്ടാക്കുക? 2, 3, 4, 5, 8, 9, 13, 16, 16ഉം 17 വേണ്ട 19, 20, 21, 22, 22ഉം 3, 25, 25ഉം 5, 30 പീസ് ഉണ്ട് കേട്ടോ. ഓയ് കാളികളെ ശ്രദ്ധിക്കോ, 30 പീസ് മീനാണ് ഇത് പൊരിക്കാനുള്ളത്. ഞാനും സാഫി മാത്രമുള്ളത്. 2 ദിവസത്തിലുള്ള മീനാണ്. അപ്പം ഞങ്ങളെ ഫുഡ് അങ്ങനെയാണ്. ഞങ്ങൾ പണം പോയി പവർ പറ്റുന്നില്ല ആൾക്കാരാണ്. അതെ, തിന്നണം മറിച്ച, അതിന് നോക്കിയിട്ട് കാര്യമില്ല. പെരിയിൽ പേതാലും ഇങ്ങനെ പള്ളർച്ച തിന്നാൻ ഉണ്ടാക്കൂല. അപ്പോൾ വണ്ടിയിലേലും വന്നാലും പള്ളർച്ച തിന്നുക, അതാണ് ഞങ്ങളെ പരിപാടി. ഇന്ന് ഞങ്ങളെ മീൻ മസാല ഒരു ജബറും മസാലയാണ്. ജബറും മസാല, അപാര ജബറും മസാലയാണ്. ഇന്ന് ആരും ചെയ്യാത്തൊരു പരാക്രമമാണ് ഞങ്ങൾ കാട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ മീൻ മസാലയ്ക്ക് ഇല്ലതാണ് മസാല കൂട്ടാൻ പോകുന്നത്. 2 മുട്ട, കുറച്ച് കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്. കോൺഫ്ലവറും മൈദയുമാടെ കുറച്ച് മിക്സ് ആക്കിയതാണ്, അതും ഇട്ടിട്ടുണ്ട്. സാപ്പി കഴിഞ്ഞ് മറ്റുള്ള മാരകായുധങ്ങളൊക്കെ എടുത്താൽ. അപ്പോൾ നമ്മൾ കുറച്ച് വലിയ ജീരകം ഇട്ടിട്ടുണ്ട്. എല്ലാവരും ചോദിച്ചാൽ എന്തിനാ ജീരകം ഇടുന്നത്? അതൊക്കെ ഉണ്ട്, ഞങ്ങളതിലെല്ലാം ഉണ്ടാവും. 2 സ്പൂണ് മുളകും പൊടി ഇട്ടിട്ടുണ്ട്. ഞാൻ അടുത്തത് വരട്ടെ. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു ലേശം മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ചിലവർ മല്ലിപ്പൊടി കൂട്ടും, ചിലവർ കൂട്ടില്ല. ഞങ്ങളിതൊക്കെ കൂട്ടും, അതൊക്കെ ഉസാറായിട്ട്. അപ്പോൾ അതിക്ക് വേണ്ട ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കുറേ പൊടികൾ വരാൻ. കുറച്ച് കുരുമുളകാണ്, കുരുമുളക്. ഇതെന്തിനാ പറയുന്നത്? ഇതൊക്കെ ഒരു ടേസ്റ്റിന് കേട്ടോ. ആരും കൂട്ടാത്ത സാധനമാണ്. ഇമാര് വിലക്ക് കുരുമുളകൊക്കെ വാങ്ങിക്കാണ്ട്. അപ്പോൾ അതും കൂട്ടിയിട്ടുണ്ട്, കുരുമുളകും കൂട്ടി. അപ്പോൾ നമ്മൾ ഒരു 2 ടീസ്പൂണിൻ്റെ അടുത്ത് മീൻ മസാല കൂട്ടി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരച്ച പേസ്റ്റ് കൂട്ടി. 2 പാടെ മിക്സ് ആക്കിയിട്ടിരുന്നു. ഇതാ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ്. അപ്പോൾ നമ്മളിതിലേക്ക് കൂട്ടിയത് 2 മുട്ട, കോൺഫ്ലവർ, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മുളകും പൊടി, മീൻ മസാല, ഇഞ്ചി പേസ്റ്റ്, കുരുമുളക് പൊടി, ഉപ്പ്. ഇനി ഇതിലേക്ക് മല്ലിച്ചപ്പിൻ്റെ ഇല, കരിയേപ്പിൻ്റെ ഇല, അതുപോലെ വേറെ ജീരകമൊക്കെ ഇട്ടിട്ടുണ്ട്. അതെന്തിനറിയാം, ടേസ്റ്റിനാണ്. അപ്പോൾ നമ്മൾ പൊരിക്കാനുള്ള മീനാണ് കിടക്കുന്നത്. ഓനപ്പം നമ്മൾ ബ്രോസ്റ്റാക്കും. കറി വെക്കാനുള്ളത് അവിടെ കിടക്കുന്നുണ്ട്. ഇനി കരിയേപ്പിൻ്റെ ഇലയും മല്ലിച്ചപ്പും സാപ്പി അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വരാനുള്ളത് അത് 2 ഇടണം. കുറച്ച് വെളിച്ചെണ്ണയും പാർന്നു. ഇപ്പോൾ ഇനി ഇതെല്ലാം പാടെ കൂട്ടി കുഴച്ചൊരു മിക്സ് ആക്കിയിട്ട് ബ്ലെൻഡ് ചെയ്യണം നമ്മൾ. അടിപൊളിയാക്കണം.
ഇതിനെതിരെ ഒരുപാട് കമൻറ്റുകൾ വരും. ഇതിൽ കഴിഞ്ഞ് സോപ്പും പൊടിയേ കമ്മിയുള്ളൂ, മുളകും പൊടി ചായപ്പൊടിയേ കമ്മിയുള്ളൂ എന്നൊക്കെ പറഞ്ഞാണ്ട് എഴുതുന്നവർക്ക് എഴുതാം. ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി അപ്പോൾ ഇതിനൊക്കെ ടേസ്റ്റ് അറിയുള്ളൂ. അതിലൊന്നും നമുക്ക് മുടക്കില്ല, അതെല്ലാം നമ്മളെ വണ്ടിയിലുള്ള സാധനമാണ്. അപ്പോൾ കുറച്ച് ഇട്ടാം ടേസ്റ്റുകൾ വരട്ടെ, അടിപൊളിയാണ് കിട്ടേ. ഞാൻ ലണ്ടനിക്ക് ഷെഫായി വിളിച്ചതാണ്, ഞാൻ പോയിട്ടില്ല. എന്താപ്പോൾ ചെയ്യാന്ന് പോയാൽ മതിയേനു. മസാല, ചില്ലി പൗഡർ, കുരുമുളക് പൊടി ഇപ്പോൾ നമ്മൾ പൊട്ടിച്ച് ഇതൊന്നും ഇപ്പോൾ അതിൽ കൊള്ളൂല. നമ്മളെ അടുത്തുള്ള പാർട്ടിയിൽ നമ്മളെ അടുത്ത് കൊള്ളൂല. ഇനി നമ്മൾ മലപ്പുറം ഭാഷയിലാണ് സംസാരിക്കണത്. അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള കുപ്പിവെള്ളമൊന്നും ഇത് കൊള്ളൂല. അപ്പോൾ ഇത് പൊട്ടിച്ചാൽ നിൽക്കണം. അത് കഴിഞ്ഞിട്ട് വേണം എടുക്കാം. അത് ഇഞ്ചി പേസ്റ്റ് 2 എണ്ണമാണ്. ഒന്ന് ഇവിടെ കിടക്കണേ, ഒന്ന് ഇവിടെ കിടക്കണേ. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ച മല്ലിച്ചപ്പും കരിവേപ്പിൻ്റെ ഇലയും ഇതിലോട്ട് ഇടും, മസാലയിലായിട്ട്. ഇനി ഒരു കൂട്ടി കുഴക്കലിത്. അപ്പോൾ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ മീൻ എത്ര പീസാണ് നമ്മൾ പറഞ്ഞത്? 30 പീസോ 40 പീസായിട്ട് പറഞ്ഞ ചോർമല്ല. ഏതായാലും അത്രയും പീസ് നമ്മൾ ഇതിൽ ഇട്ടിട്ട് ഞാനും സാപ്പി മാത്രമേ ഉള്ളൂ. 2 ആൾ 2 ദിവസം ഇരുന്ന് തിന്നണത്. ഇന്ന് ബ്രോസ്റ്റാണ്, മീൻ ബ്രോസ്റ്റാണ് കണ്ടാണ്. അപ്പോൾ ഇത് ഇനി ഇതിലേക്ക് മീൻ ഇട്ടിട്ട് ഉണ്ട് ഒരു ഇളക്കൽ. അപ്പോൾ ആ മീനും വന്നു. അപ്പോൾ നമ്മൾ മീൻ മസാല കൂട്ടി വെച്ച് ഇതാ ഇനി മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ച് നേരം ഉപ്പ് പിടിക്കണം. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഇത് കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ പൊരിക്കുക. അതിപ്പോൾ എന്താ വെച്ചാൽ കുറേ നേരം പൊരിച്ചാണ്ടാവും. ഇത് കണ്ടമാനുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ വരി, നമുക്ക് തിന്ന് തീർക്കാം. അത്ര സാധനമുണ്ട്. ഐക്കോറയാണ്, ഐക്കോറ കേട്ടോ. നിങ്ങളാ മത്തിയല്ല 20 റുപ്യക്കുള്ള മത്തിയല്ല വാങ്ങിക്കണത്. അപ്പം മീനാണ് പൊരിച്ചിട്ടേ. ഇതാണ് മട്ടൻ പോലെ അയക്കണേ. കുറച്ചും കൂടി കുരുമുളക് പൊടി ഇട്ടിക്കണേ. ഇനി ഒന്നുമില്ലെങ്കിൽ ഞാനും സാപ്പിന്ന് വെള്ളക്കുപ്പി എടുത്ത് കുഴങ്ങും, അല്ലെങ്കിലോ അടിച്ച് പൊളിയാവും ചേച്ചു. കുരുമുളക് പൊടി കുറച്ചും കൂടി ഇട്ടിക്കണേ. ഞാൻ 2 തീരുമാനം എന്നറിയും. അപ്പോൾ നമ്മളെ മീൻകുട്ടികൾ ഇതാ മസാലയിൽ മുങ്ങി കിടക്കുകയാണ്. ഇനി ഒരു 10-20 മിനിറ്റ് അരമണിക്കൂർ കഴിഞ്ഞിട്ടേ നമ്മളെ പരിപാടി. അപ്പോൾ നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ ഓരോ ഐറ്റംസൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ പെരയിൽ പെണ്ണുങ്ങളോട് ഇങ്ങനെ വലിയർത്താനം പറയുമ്പോൾ പറയും നമുക്കൊന്ന് ഉണ്ടാക്കി തരും, അങ്ങനെ ആക്കി തരും. അത് നമ്മൾ ഉണ്ടാക്കലില്ല. എന്താണെന്നറിയില്ല, പെരയിൽ ഭക്ഷണം ഉണ്ടാക്കാൻ അത്ര ഒരു വെറുപ്പ് പാറില്ല. അവിടെ ഉള്ളത് മൂക്കറ്റം തിന്നുക, അതിന് പള്ളർച്ച് കുറ്റം പറയുക. അതാണ് നമ്മളെ പരിപാടി. പെരയിൽ ഉണ്ടാക്കണം നല്ലോണം തിന്നിട്ടോ, എന്നിട്ട് നല്ലോണം കുറ്റവും പറയാം. അങ്ങനെ ആയിട്ടില്ല, അങ്ങനെ ആയിട്ടില്ല എന്നാൽ അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമോ? അതില്ലേനും. അതാണ് നമ്മളെ സ്വഭാവം. അപ്പോൾ നമ്മൾ മീൻ മസാല കിടക്കണമൊക്കെ നിങ്ങൾ ഈ ബ്രോസ്റ്റാണെന്ന് മിശപ്പൊടി, മൈദപ്പൊടി, മുട്ട, ചെറിയ ജീരകം, വലിയ ജീരകമൊക്കെ ഇട്ടിക്കണം. പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മീൻ മസാല, കുരുമുളക് പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ. ഇനി എവിടുക്കാത്തായിട്ട് പോകണം. ഇതിനെ ഇപ്പോൾ നമുക്ക് 2 സാധനം മാത്രം മതി. പക്ഷെ നമ്മൾ ഡെക്കറേഷൻ കുറച്ച് ഓവറാക്കിയാണ്. ഇനി നമ്മൾ അടുത്തത് മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ഫിഷ് കറിയാണ്. അയിലക്കുട്ടികൾ അയിലയും ഐക്കോറയും നല്ലൊരു അടിച്ചാപ്പൊളി കറി ഉണ്ടാക്കട്ടെ. ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങളപ്പം പോരണം എന്ന് വെച്ചാൽ ആൾക്കാരിങ്ങനെ മെസ്സേജ് വരുന്നുണ്ട്. എന്തപ്പോൾ ചെയ്യുക, പോരുന്നവർക്ക് പോരാ. ഇത് കണ്ടിട്ട് ഞാൻ ഉണക്കമുന്തിരി വെള്ളത്തിലിട്ടൊക്കെ അത് പറയണ്ട. ഇത് പുളിയാണ്, സാധാ വാളംപുളി. വീട്ടിലുണ്ടായ നമ്മളെ കുടിയിൽ നിന്ന് കൊടുന്ന പുളി. വീട്ടിൽ നിന്നൊന്നും പറഞ്ഞ് പരിഷ്കാരമാണില്ല. കുറേ ആൾക്കാരായി ഇപ്പോൾ മലപ്പുറം ഭാഷയിൽ സംസാരിക്കാറ്. ഇനിയിപ്പോൾ നമ്മൾ ഭാഷ മാറ്റണില്ല, ഓൺലി മലപ്പുറം. ഇത് ഞാനിൻ്റെ കുടിയിൽ നിന്ന് കൊടുന്നതാണ്. പിന്നെ എൻ്റെ ഉമ്മ ഉണ്ടാക്കി തന്ന പുളിങ്ങയാണിത്. നല്ല വാളംപുളി ഉപ്പിലൊക്കെ ഇട്ടുകാണ്ട് തന്നതാണ്. ഇനി നമ്മളെ കറിയിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് തക്കാളി, ഉള്ളിയൊക്കെ സാപ്പി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ നമ്മൾ മീൻചാറ് ഉണ്ടാക്കാൻ പോവുകയാണ്. മീൻചാറിന് നമ്മൾ കുക്കർ ഒന്ന് കഴുകിയതാണ്. അപ്പോൾ വെള്ളം ഉണ്ടായില്ല, അത് വറ്റട്ടെ. എന്നിട്ട് ചൂടായിട്ട് നമുക്ക് കുറച്ച് എണ്ണ പാരണം, കുറച്ച് കടുക് ഉലുവിട്ട് പൊട്ടിക്കണം. അതിന് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എണ്ണ ചൂടായിട്ട് കടുക് ഇടാൻ പോവാണ്, ഉലുവ ഇടാൻ പോവാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഉലുവ ഇട്ടിട്ടോ, ഇനി കടുക് ഇടണം. ആദ്യം ഉലുവ ഇടേണ്ടത്. അങ്ങനെ നമ്മൾ ഉലുവ മൂത്തപ്പോൾ നമ്മൾ കടുക് ഇട്ടു. കടുക് ഇതാ പൊട്ടിക്കൊണ്ടിരിക്കണേ. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളിയും പച്ചമുളകും ഉണ്ട്, ഇത് അതിക്കിടും. അത് 2 ഇട്ടു. അങ്ങനെ നമ്മൾ തക്കാളി, ഉലുവ, കടുക്, പച്ചമുളകായി 4 ഇൻഗ്രീഡിയൻസ് ആയി. ഇനി നമ്മൾ ഇഞ്ചി പേസ്റ്റ് ഇടാണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പുളി വെള്ളം പാരാണ്ട്.
പിന്നെ മസാലകൾ ഇടാണ്ട്, പൊടികൾ ഇടാണ്ട്, ഒരുപാട് പണികൾ ഇനി എടുക്കാണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ച് ഇഞ്ചി പേസ്റ്റ് ഇട്ടു, ഉപ്പ് ഇട്ടു. ഇത് നല്ലോണം പശ പോലെ നല്ല പേസ്റ്റാണ്. എന്നിട്ട് വേണം ബാക്കി പണികൾ. അപ്പോൾ നമ്മളിതിലേക്ക് മീൻ മസാല ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, ഉപ്പിട്ട്, ഇനി കുറച്ച് പുളിവെള്ളവും ഇതൊക്കെ പാരണം. ഇത് ഇങ്ങനെ ഓരോന്നോരോന്ന് എടുക്കുമ്പോൾ ടൈം കൂടുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ എന്തൊക്കെ ചീത്ത പറയാവും, ഒരുപാട് ടൈമായിപ്പോയി. ഒന്നും നോക്കിയില്ല, കുറച്ച് കുരുമുളകും പൊടി ഇതിൽ കൂട്ടിക്കണം. കുരുമുളകും പൊടി ഇട്ടു കേട്ടോ. അങ്ങനെ നമ്മളെ മസാല ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് പുളിയുടെ വെള്ളം പാരണം. പിന്നെ നമുക്ക് കരിവേപ്പിൻ്റെ ഇല, മല്ലിച്ചപ്പൊക്കെ ഇടാനുണ്ട്. പിന്നെ അത് തിളച്ച് മറിഞ്ഞിട്ട് നമുക്ക് മീൻ ഇടാണ്ട്. അപ്പോൾ നമ്മൾ പുളി ഇട്ടിട്ടുണ്ട്. പുളി സാധാരണ നമ്മൾ പിജാറാണ് പതിവ്. പിജിയ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ നീര് മാത്രം എടുക്കുക, വെള്ളം. ഇന്ന് നമ്മൾ പുളി അങ്ങനെ തന്നെ ഇട്ടുക. എന്താ വെച്ചാൽ നമ്മൾ വീട്ടിലത്തെ പുളിയാവുകൊണ്ട് നമുക്ക് പുളിയെല്ലാം കളഞ്ഞ് നല്ല ഫ്രഷാണ്. എൻ്റെ മമ്മിയുടെ പുളിയാണ്. തമറിന്തിയാണ്. സൗദിയിൽ തമറിന്തി എന്ന് പറയും പുളിക്ക്. ഹല അപ്പോൾ നമ്മൾ ഇതിക്ക് പിന്നെ വലിയുള്ളി ഒന്നും ഇട്ടിട്ടില്ല. എന്താ വെച്ചാൽ ഇത് 2 ദിവസത്തെ കറിയാകൊണ്ട് തക്കാളി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ശരിക്കും തക്കാളി മാണി ഒഴിവാക്കാം. പിന്നെ ചെറിയ ഉള്ളി മാത്രം ആക്കിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. നമ്മളിപ്പോൾ ചെറിയ ഉള്ളി ഇല്ലാത്തത് കാരണം ഇത് തക്കാളിയും പച്ചമുളകും ഇതൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് കുറച്ച് വെള്ളം പാരണം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വെട്ടി തിളച്ച് വരണം. തിളച്ചിട്ട് വേണം നമുക്ക് ആ 10-14 കഷ്ണം മീനുണ്ട്, അത് ഇതിൽ കിടണം. അതിട്ട് നല്ല വെട്ടി തിളച്ച് മറിഞ്ഞ് വേവായിട്ട് നമുക്ക് കുറച്ച് കരിവേപ്പിലയും കുറച്ച് മല്ലിച്ചപ്പും അതിൻ്റെ മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കും. എന്നിട്ട് അതാണ് വാങ്ങി വെക്കും. വല്ലാതെ അധികം. അപ്പോൾ നമ്മളിത് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് വെട്ടി തിളച്ച് ആവി വരണം. അപ്പോൾ നമ്മൾ മീനിടും. അപ്പോൾ നമ്മൾ കറി ഇതാ വെട്ടി തിളച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയായിരിക്കും മീനിടാൻ പോവാണേ. അപ്പോൾ നമ്മളെ മീനും തീ കിട്ടും, ഫിഷും ചാടിക്കണേ. അപ്പോൾ ഇനി ഇത് ഇളക്കണമെന്നില്ല. ഇനി ഇതിങ്ങനെ മെല്ലെ തിളച്ച് മറിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ചപ്പലയും കരിവേപ്പും കുറച്ച് പച്ച വെളിച്ചെണ്ണയും പാർന്നിട്ട് മെല്ലാണ്ട് ഓഫാക്കി വെക്കും. അതിൽ കിട്ടുന്ന ടേസ്റ്റ് ഉണ്ടാവും. കണ്ടിട്ട് അടിപൊളിയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളെ കരിവേപ്പിൻ്റെ എല്ലാം ചപ്പല്ല കേട്ടോ. ഇനി ഒരു സകലം വെളിച്ചെണ്ണ ഇതാ ഒരു 2 ഉറ്റ് അത് മതി. ഇതാണ് ഊർന്നിട്ട് അടച്ചുണ്ടല്ലോ. വല്ലാതെ അത് കറി കാരണം ചൂടാറിന്. അപ്പോൾ നമ്മൾ ഫ്രൈ പാനൊക്കെ കുറച്ച് എണ്ണ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എണ്ണ ചൂടായിട്ട് മീൻ വെക്കും. അപ്പോൾ നമ്മളെ മീൻ ഇതാ പൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനിതിന് കമൻറ്റിൽ കൊടുക്കുക മീൻ ബ്രോസ്റ്റ് എന്നൊക്കെ കേട്ടോ. അതൊന്നും നോക്കണ്ട, അതും സാധാ മീൻ പൊരി തന്നെയാണ്. ഞാൻ എഴുതാ മീൻ ബ്രോസ്റ്റ് വണ്ടിയിൽ ഉണ്ടാക്കിയെന്നായിരിക്കും. അപ്പോൾ ഇതാ 2 ട്രിപ്പ് അടിക്കേണ്ടി വരും. ഇനി 2 ട്രിപ്പ് അടിക്കണം. ഏകദേശം 10-40 പീസ് ഉണ്ട്. ഇനി ഞാൻ വന്നിട്ടുണ്ടല്ലോ, കഴിച്ചാണ്ടല്ലോ. പൊരിഞ്ഞുകൊണ്ടിരിക്കട്ടാ. ഇനി ഇത് കണ്ടിട്ട് നല്ല കമൻറ്റും കുറേ ഉണ്ടാവും, മോശം കമൻറ്റൊക്കെ ഉണ്ടാവും. എന്ത് വേണമെങ്കിലും നിങ്ങൾ എഴുതി വിട്ടോളൂ, ഒരു കുഴപ്പമില്ല. ടേസ്റ്റ് അബ്ബാരേക്കാരം, അത് ചൊറപ്പാണ്. അങ്ങനെ നമ്മുടെ മീനിതാ പൊരിഞ്ഞ് ഒരു 80% ആയി. ഒരു സൈഡ് മറിച്ചിട്ട് ഇനി 2 ട്രിപ്പ് കൂടി പൊരിക്കാണ്ട് കുറേ ടൈമാവും. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ കഷ്ണത്തിൽ അടിച്ചു നോക്കി, അടിപൊളിയാണ്. അപ്പോൾ 2-6 റൗണ്ടിന് മൊത്തത്തിലാണ് ഒതുക്കിട്ടോ. ചട്ടിയിൽ ടൈറ്റാണ്, എന്നാലും വേണ്ടില്ല, പണി കുറച്ച്. ഇതിപ്പോൾ നമ്മളിപ്പോൾ പൊരിച്ചത് ചോറ് വളർന്ന് വെച്ച് ചൂടാറാൻ. ഇനി കറി വാരുക, ഇത് കഴിക്കുക. അപ്പോൾ ഞങ്ങൾ കഴിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീൻ പൊരിച്ചതും റെഡി ആയിട്ടുണ്ട്. ഇതാ പൊരിച്ചത് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. സാറിന് ഇതാക്കണമെന്ന കാട്ടിന്. അപ്പോൾ മീൻ പൊരിച്ചതും ഇതാ ഞങ്ങൾ വിളമ്പി വെച്ച് 2 കഷ്ണം പൊരിച്ചതും 1 കഷ്ണം കറിയത്തതും ഇനിയും ഞങ്ങൾ എടുക്കും, ഇഷ്ടം പോലെ എടുക്കും. വളർച്ചതൊന്നും ഞങ്ങൾ മീൻ ബ്രോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്.